എനിക്ക് ബേസിക്കലി അഭിനയിക്കുന്ന സമയത്ത് കൈ ഒരു ബാധ്യതയാണ്. ഇത് എവിടെ വെക്കണം, എങ്ങനെ പിടിക്കണം, ആ കൺഫ്യൂഷൻ അടിക്കും. കയ്യിലൊരു പേനയോ സിഗരറ്റോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. എത്ര നേരം വെച്ചിട്ടാ പോക്കറ്റിൽ തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ശരിയാണ്, അത് എനിക്കും തോന്നിയിട്ടുള്ള സംശയമാണ്. അത് ശരി, എന്നിട്ടാണോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്? അതെ, ഇതിലിപ്പോ എത്ര പേടിക്കാൻ തിരിക്കുന്നു. ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. ആകെയുള്ള പ്രശ്നം ഈ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും മാത്രം ചില ഫ്ലൈറ്റുകൾ പൊട്ടിത്തെറിക്കും. ബാക്കിയൊക്കെ സേഫാ. ആർക്ക് പേടി? കൈകളെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് കൈകളും ബിഹേവ് ചെയ്യും. നമ്മൾ പണ്ട് ആനിമൽസ് ആയിരുന്നല്ലോ. ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാലുകൊണ്ടാണ്. നമുക്ക് വാലുണ്ടായിരുന്നു, പയ്യത് പോയി പോയാണ് കൈയിലോട്ട് എത്തിയത്. നമ്മൾ സംസാരിക്കുന്ന ഫുൾ റിതം കൈകളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ജെന്യുവിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും. ഇപ്പൊ തന്നെ പേടിച്ചപ്പോ കയറി പിടിച്ചില്ലേ. ഡേവിഡിന് അത് ചെയ്യാൻ പറ്റും, പേടിക്കാം. പക്ഷെ സൂപ്പർ സ്റ്റാറിന് പേടിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഡിഫറൻസ്. എനിക്ക് പേടിയൊന്നുമില്ല.